നമസ്കാരം. ആലത്തൂരിൽ 35-കാരിയായ വീട്ടമ്മ മകന്റെ സുഹൃത്തായ 14-കാരനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. കുനിശ്ശേരി കുതിരപ്പാറ സ്വദേശിനിയാണ് 11 വയസ്സുള്ള മകന്റെ കൂട്ടുകാരനായ 14 വയസ്സുകാരനൊപ്പം നാടുവിട്ടത്. 14 വയസ്സുകാരൻ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടമ്മയോടൊപ്പം ഉള്ളതായി വിവരം ലഭിച്ചത്. ആലത്തൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് എറണാകുളത്ത് വെച്ചാണ് വീട്ടമ്മയും കുട്ടിയും കണ്ടെത്തിയത്. കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വീട്ടമ്മയ്ക്കെതിരെ കേസെടുത്തു. കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിഞ്ഞ ശേഷം യുവതിക്ക് അടുത്തെത്തിയ ബാലനാണ് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയായതിനാൽ യുവതി പ്രതിയായി. നാടുവിട്ട ഇരുവരും പാലക്കാട് നിന്ന് എറണാകുളത്ത് എത്തിയപ്പോഴേക്കും പോലീസ് ഇരുവരെയും പിടികൂടി. പിന്നീട് പാലക്കാടേക്ക് തിരിച്ചയച്ചു. കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു യുവതി. അതേസമയം കാണാതായ വീട്ടമ്മയും മകന്റെ സുഹൃത്തിനെയും പോലീസ് കണ്ടെത്തിയത് നിർണായക നീക്കങ്ങളിലൂടെയാണ്. മൊബൈൽ ഫോൺ ടവർ പരിശോധനയാണ് നിർണായകമായത്. ഇവരെ എറണാകുളത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ യുവതിക്കെതിരെ പോസ്കോ വകുപ്പ് ഉൾപ്പെടുത്തി കേസെടുത്തു, റിമാൻഡും ചെയ്തു. വീട്ടമ്മ മകന്റെ സുഹൃത്തായ 14-കാരനെ തട്ടിക്കൊണ്ടു പോയിട്ടായിരുന്നു പരാതി. മകന്റെ കൂട്ടുകാരന്റെ ജ്യേഷ്ഠനെയാണ് യുവതി കൂടെ കൂട്ടിയത്. വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടി അനുജന്റെ കൂട്ടുകാരന്റെ അമ്മ എന്ന നിലയിൽ സൗഹൃദമുള്ള വീട്ടമ്മയോടൊപ്പം പോയതെന്നാണ് പോലീസ് കണ്ടെത്തിയതെന്നാണ് നിർണായകമായത്. വീട്ടമ്മയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം ഭാഗത്തേക്ക് ഇവർ യാത്ര ചെയ്യുന്നതായി മനസ്സിലാക്കി. എറണാകുളത്ത് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. വീട്ടമ്മ തൃശൂരിലും എറണാകുളത്തും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു. കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് തന്നോടൊപ്പം വന്നതെന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ കൂട്ടിക്കൊണ്ടുപോയതിനാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരായ അതിക്രമം തടയുന്ന നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.